ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെ കള്ളിയാക്കുകയാണ് മധുസൂദനും അതുപോലെ തന്നെ നമ്മുടെ മഹിമയും കൂടി ചേർന്ന്. അപ്പം ഇത് കേട്ടുകൊണ്ട് തന്നെ ചന്ദ്രയും അതുപോലെ ശ്രുതിയും മീരയും ശ്രുതിയും ഒക്കെ വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ഒരു സംശയം, ഒരു പ്രശ്നമൊക്കെ നടന്നപ്പോഴത്തേക്കും ഇനിയിപ്പം നമ്മുടെ ശ്രുതിയും മീരയും കൂടെ കൊണ്ടുവന്ന ആളുണ്ടല്ലോ, അതായത് ദാമു വല്ല പ്രശ്നം ഉണ്ടാക്കിയെന്ന്. പക്ഷെ അതൊന്നും അല്ലെന്ന് മീര പറഞ്ഞു കേട്ടോ. കാരണം ദാമു പോയി, ഞാൻ കണ്ടായിരുന്നു, അതൊന്നും അല്ലാന്ന് പറഞ്ഞപ്പോൾ ഇവര് അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ്. അപ്പം നമ്മുടെ ചന്ദ്രയാണ് ആദ്യം റൂമിലേക്ക് ചെല്ലുന്നത്. ചന്ദ്ര റൂമിലേക്ക് ചെന്നിട്ട് എന്താ മഹിമേ, എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ മഹിമ പറഞ്ഞു, ദേ നിന്റെ മരുമകള് എന്താ ചെയ്തതെന്നേ നീ എന്നോട് ചോദിക്ക്, അപ്പം ഞാൻ പറയാം. അപ്പം നമ്മുടെ രേവതി ഇന്ന് കരയുക. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര ചോദിച്ചത്, എന്താടി, എന്താ പ്രശ്നം, എന്താ ഉണ്ടായത്? അപ്പോഴത്തേക്ക് രേവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മഹിമ രേവതിയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് കണ്ടില്ലേ ഇവളുടെ കയ്യിലിരിക്കുന്ന മാല, ഇവളെ കള്ളിയാ, ഇവള് പെരുക്കള്ളി, ഇവള് മോഷ്ടിക്കാൻ വേണ്ടി എൻ്റെ മോളുടെ ഈ ഒരു ഒരുങ്ങുന്ന റൂമിൽ കയറിയിട്ട് കണ്ടോ ഇവള് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മാല ഇങ്ങനെ പൊക്കി കാണിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ ഞെട്ടിപ്പോയിട്ടോ. ചന്ദ്ര, എന്താടി ഈ കേൾക്കുന്നത്, സത്യമാണോ? നീ എന്തിനാടി ഈ മാല മോഷ്ടിക്കാൻ വേണ്ടി ഇതിനകത്ത് കയറിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ഇവളോട് ചോദിക്കണം, എന്തിനാ ഇവള് കയറിയെന്ന്. ഇവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഇവള് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണാണെന്നൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷെ ഇവള് മാല മോഷ്ടിക്കുന്ന ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇവളെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു വർഷയ്ക്ക് ഇവളോട് എന്ത് കാര്യമായിരുന്നെന്നറിയോ? എന്നിട്ട് ഇവൾ ആ വർഷയുടെ മാല തന്നെ മോഷ്ടിച്ചിരിക്കുന്നു. ഇത് കേട്ടത് നമ്മുടെ രേവതി അവിടെ നിന്ന് നേരെ ഓടി കേട്ടോ. ഓടി നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ സച്ചി നോക്കിയപ്പോഴത്തേക്ക് രേവതി ഭയങ്കര കരച്ചിൽ. അപ്പം സച്ചിയേട്ടാന്ന് വിളിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിലോട് കൂടി കേട്ടോ രേവതി വന്നത്. അപ്പം നമ്മുടെ രവീന്ദ്രനും ഉണ്ടായിരുന്നു. രവീന്ദ്രൻ ചോദിച്ചു, എന്താ മോളെ, എന്താ പറ്റിയത്? അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നോ ഒന്നും പറയുന്നൊന്നുമില്ല, വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ മഹിമയും ചന്ദ്രയും അതുപോലെ മധുസൂദനും ഒക്കെ വരുന്നത്. അപ്പൊ മഹിമയും ചന്ദ്രയും മധുസൂദനും ഒക്കെ വരുന്നത് കണ്ടപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സച്ചിക്ക് എന്തോ പന്തികേട് തോന്നി. അപ്പൊ വീണ്ടും രേവതിയോട് ചോദിക്കുക, എന്താ പറ്റിയത്, എന്താ രേവതി നീ കരയുന്നത്? അപ്പൊ നമ്മുടെ മധുസൂദനൻ പറഞ്ഞു, അവള് പറയത്തില്ലടാ, അവള് പറയത്തില്ല. ഇവള് ഒന്നുമില്ലാത്ത വീട്ടിലെ പെണ്ണാണെങ്കിലേ ഞങ്ങൾ നല്ലവളാണെന്നാ കരുതിയത്. ഇവളിങ്ങനെ മോശം ഗുണമുള്ള ഒരുത്തിയാണെന്നേ ഞങ്ങൾ തീരെ കരുതിയില്ല. ഇവള് പെരും കള്ളിയാണെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഇതുപോലെ അസഫ്യം വിളിച്ചു പറയരുത് കേട്ടോ രേവതിനെ കുറിച്ച്, മിണ്ടിപ്പോകരുതെന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മധുസൂദനൻ പറഞ്ഞു, ഞങ്ങൾ വെറുതെ പറഞ്ഞതൊന്നുമല്ല, ഞങ്ങൾ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ പറയേണ്ട കാര്യമില്ല. ഇവളെ എൻ്റെ മോളുടെ മുറിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു, എൻ്റെ മോളുടെ മാല മോഷ്ടിച്ചു ഇവള്. ഇവക്കൊരു മാല വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ, ഒന്നല്ല 2 മാല ഞങ്ങൾ കൊടുക്കില്ലേ? മോഷ്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇവക്ക്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അനാവശ്യം പറയരുത്. ഞാൻ പറഞ്ഞു, രേവതി അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. രേവതി മോളെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പോഴത്തേക്ക് നമ്മുടെ മധുസൂദനൻ പറഞ്ഞു, ഇവള് മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടതാ. ഞാൻ മുറിയിലേക്ക് ചെല്ലുമ്പം ഇവളുടെ കയ്യിൽ സ്വർണ്ണമാല ഇരിപ്പുണ്ടായിരുന്നു. അവളെന്തിനാ ആ റൂമിൽ കയറി വെറുതെ സ്വർണ്ണമാല പിടിച്ചോണ്ട് നിൽക്കുമോ? ഇല്ലല്ലോ, ഇവള് മോഷ്ടിച്ചത് തന്നെയാ, അതെനിക്ക് ഉറപ്പാ. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് ചോദിച്ചു നോക്കെന്ന് പറഞ്ഞു ചന്ദ്രനെ ഇങ്ങനെ ചൂണ്ടി. അപ്പൊ ചന്ദ്രയോട് ഇങ്ങനെ പെട്ടെന്ന് രവീന്ദ്രൻ, ഈ കേൾക്കുന്നൊക്കെ സത്യമാണോ ചന്ദ്ര എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ചന്ദ്രയാണെങ്കിൽ മാല കൈ പിടിച്ചേക്കുന്ന കാണുകയും ചെയ്തു. പിന്നെ നമ്മുടെ ചന്ദ്രയ്ക്കൊന്നും മിണ്ടാതിരിക്കാനും പറ്റത്തില്ല. അപ്പൊ ചന്ദ്രയാണെങ്കിൽ അത് പിന്നെ ഞാൻ റൂമിൽ ചെന്നപ്പോഴത്തേക്കും ഇവളുടെ കയ്യിൽ മാല ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിരുന്നെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും ഞെട്ടിപ്പോയിട്ടോ. ഏതായാലും കിട്ടിയ അവസരം നമ്മുടെ ശ്രുതിയും മീരയും പാഴാക്കിയില്ല കേട്ടോ. കാരണം പറ്റിയ അവസരം തന്നെയാണ്, ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അവസരമാണ്. അവിടെ പഠിച്ച പണി 18 നോക്കിയിട്ട് പോലും നമ്മുടെ ശ്രുതിക്കോ മീരയ്ക്കോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഈ ഒരു അവസരം അവർ പാഴാക്കില്ലല്ലോ. അയ്യോ, നമ്മുടെ ശ്രുതി രക്ഷപ്പെട്ടില്ല എൻ്റെ ഭഗവതി. ഇനിയിപ്പം വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പ്രശ്നം ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുക തന്നെ വേണം.
എന്നിങ്ങനെ മീരയോട് പറഞ്ഞപ്പോൾ മീര പറഞ്ഞു, എടി ദൈവം നിന്റെ കൂടെയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം എടുത്തോ പിടിച്ചോന്നും പറഞ്ഞു പെട്ടെന്ന് വന്നത്. നമ്മളിവിടെ എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി, ആ ദാമുവിനെ കൊണ്ട് സച്ചിനെ കുടിപ്പിക്കാൻ വരെ നോക്കിയില്ലേ, വല്ലതും നടന്നോ? ഇല്ലല്ലോ. അപ്പം മോള് ഇന്ന് ദൈവം നിന്റെ കൂടത്തിൽ തന്നെയാ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇന്ന് മാത്രമല്ലടി, ദൈവം എന്നും എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനിയിപ്പം കുറച്ച് ദിവസത്തേനുള്ള സംഭവമായി. ഇതങ്ങേ ഊതി അങ്ങ് പെരിപ്പിക്കണം, നമുക്ക് കയറട്ടെ, കത്തി അങ്ങ് ആളി കയറട്ടെ, എന്നിട്ടാണ് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകേണ്ടത്. രേവതിനെ സച്ചിനും ഇതേ എൻ്റെ അമ്മായിയമ്മയുണ്ടല്ലോ പൊരിച്ചെടുക്കും. ഇനി വീട്ടിൽ ചെന്നാൽ കൂടി അവർക്ക് സൗകര്യവും സമാധാനവും കൊടുക്കില്ല. ഈ പ്രശ്നം ഊതിപ്പെരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിന് എരുതിയിൽ എണ്ണ ഒഴിക്കാനേ എന്നെ കഴിഞ്ഞിട്ടല്ലേടി ഉള്ളൂ വേറെ ആരും. ഞാൻ എരുതിയിൽ എണ്ണയോ ഒഴിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി നിൽക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും നമ്മുടെ മധുസൂദനും അതുപോലെ തന്നെ മഹിമയും കൂടെ അങ്ങോട്ട് ഭയങ്കര ഷൗട്ടിങ് ആണ് കേട്ടോ. ഇവൾ എന്ത് വൃത്തികെട്ടവളാണ്, ഇവളെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയൊന്നും കരുതിയില്ല, ഇവള് നല്ലൊരു കുടുംബത്തിലെ പെണ്ണാണെന്നാണ് ഞങ്ങൾ ഓർത്തത്, പൈസയ്ക്ക് മാത്രമല്ലേ ഇവക്ക് കുറവുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവളെന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? എൻ്റെ മോളുടെ റൂമിൽ കയറാൻ ഇവക്ക് എങ്ങനെയാ ധൈര്യം വന്നത്? അതെങ്ങനെ കയറാതിരിക്കും? ഇവക്കേ ഇതുപോലെയുള്ള സ്വർണങ്ങളൊന്നും കണ്ട് ശീലമില്ലല്ലോ. അപ്പം എൻ്റെ മോളുടെ സ്വർണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണു മഞ്ഞളിച്ച് കാണും. അപ്പം പിന്നെ ഒരു മാലയെങ്കിൽ ഒരു മാല എടുക്കാമല്ലോ. അല്ലെങ്കിൽ പോട്ടെ, സ്വർണത്തിന് ഒരു പവനിപ്പോൾ എന്താ വില? ദേ ഈ ഒരു മാല തന്നെ ഉണ്ടല്ലോ ഒരു 5-6 പവന്. ഇതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? കുറേ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും അതുപോലെ തന്നെ സച്ചിക്കും വീണ്ടും വീണ്ടും ദേഷ്യം വന്നോണ്ടിരിക്കുക. സച്ചി പറഞ്ഞു, ദേ നിർത്ത്, നിങ്ങൾ ഇനി കൂടുതൽ സംസാരിക്കരുത്. ദേ ഇതൊരു നല്ല ചടങ്ങ് നടക്കുന്ന സ്ഥലമാണ്. പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ എനിക്കും പ്രശ്നം ഉണ്ടാക്കാം. ഇത്രയും നേരം ഞാൻ പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ നിന്നത് എൻ്റെ മാന്യത ഓർത്തിട്ടല്ല, എൻ്റെ അച്ഛൻ്റെയും എൻ്റെ ഭാര്യയുടെയും മാന്യത ഓർത്തിട്ടാന്ന് പറയുമ്പോൾ നിൻ്റെ ഭാര്യയുടെ മാന്യതയോ? അവൾക്ക് എവിടെ നിന്നാടാ മാന്യതയുള്ളത്? അവൾക്ക് മാന്യത ഉണ്ടായിരുന്നെങ്കിൽ അവളിപ്പോൾ മാല മോഷ്ടിക്കായിരുന്നോ? ഇല്ലല്ലോ. അവൾക്ക് ഒരു മാന്യതയില്ലാത്തതുകൊണ്ടല്ലേ അവൾ മാല മോഷ്ടിച്ചത്? അതോ ഇനിയിപ്പം എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ പ്ലാനാണോ? അല്ല, ചിലപ്പം ഭർത്താവ് പറഞ്ഞു വിടുന്നു, ഭാര്യ പോയി മാല എടുക്കുന്നു. അല്ല, അങ്ങനെ വല്ലതും ആണോ സംഭവിച്ചിരിക്കുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നു. ഇപ്പോൾ രവീന്ദ്രനാണെങ്കിൽ കയറി അതിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ തട്ടിക്കയറാൻ ചെന്നപ്പോൾ നമ്മൾ സച്ചി മാറ്റി വിടുകയാണ്. അച്ഛാ പോട്ടെ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്തിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ തട്ടി മാറ്റി വിടുകയാണ് രവീന്ദ്രനെ. അപ്പോഴത്തേക്കും നമ്മുടെ മധുസൂദൻ അടങ്ങുന്നില്ല. വീണ്ടും വലിയ പ്രശ്നത്തിലേക്ക് പോകാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ലാസ്റ്റ് രേവതിനെ കുറിച്ച് പറയുകയാണ്. നിന്റെ അനിയനെ കുറിച്ച് എനിക്ക് അറിയാടി. നിന്റെ അനിയന് ദേ കല്യാണത്തിന് മുമ്പ് ദേ ഈ സച്ചിയുടെ ബൈക്ക് തന്നെ മോഷ്ടിച്ചിട്ടില്ലേടി? അപ്പൊ നിങ്ങൾ കുടുംബത്തോടെ മോഷ്ടിക്കാൻ വേണ്ടി നടക്കുകയാണല്ലേ? നിങ്ങൾ കുടുംബത്തോടെ ഈ ഒരു സുഖം പഠിച്ചു പോയതല്ലേ മോഷ്ടിച്ച് ജീവിക്കുന്നത്? അങ്ങനെയാണോടി നിന്റെ അച്ഛൻ നിന്നെ വളർത്തിയത്? ഇത് കേട്ട് നമ്മുടെ രേവതിക്ക് ദേഷ്യം വന്നിട്ടോ. രേവതിക്ക് ദേഷ്യം വന്നിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. രേവതിക്ക് കരയുകയല്ലാതെ രേവതിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കുറേ നേരം നമ്മുടെ സച്ചി ഇത് കേട്ടോണ്ട് നിന്നു. സമാധാനം പറയാൻ നോക്കി, എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ നോക്കി. വീണ്ടും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അത് പ്രശ്നം. പിന്നെ ഒരിക്കലും ആരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കില്ല. 2 കുടുംബങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇനി ഒരുമിച്ച് ജീവിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നം വേണ്ട എന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ടും മധുസൂദനൻ വീണ്ടും നമ്മുടെ രേവതിയുടെ കുടുംബത്തെ സഹിതം പറയുക. സച്ചി സഹിക്കുമോ? സച്ചി ചെന്നിട്ട് അങ്ങോട്ട് കോളറെ പിടിച്ചിട്ട് കുത്തിയിട്ടൊരു ഒറ്റ അടി കൊടുത്ത് നമ്മുടെ മധുസൂദനൻ കറങ്ങി പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങി ചെന്നൊരു ഒറ്റ വീഴ്ചയും വീണു കേട്ടോ. എല്ലാവരും അന്താളിച്ചങ്ങ് പോയി. മഹിമയിങ്ങ് വന്നില്ല. നീ എന്താടാ കാണിച്ചത്? എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് തൊടാൻ നിനക്ക് എവിടെ നിന്നാടാ ധൈര്യം വന്നത്? ഇതുപോലെ തന്നെ ഒരു ഫംഗ്ഷനിലും നീ എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് തൊട്ടില്ലേടാ നീ? ആഹാ എന്ന് പറഞ്ഞുകൊണ്ട് മഹിമ അത് അവിടെ കിടന്ന് വലിയ പ്രശ്നമാക്കുക. അപ്പോഴത്തേക്കും വർഷയും നമ്മുടെ സുധിയും അവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഈ അടിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ വർഷയും ശ്രുതിയും അല്ലാട്ടോ, വർഷയും ശ്രീകാന്തും കൂടെ ആ ഒരു സമയത്ത് വരുന്നത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വന്ന് മാറ്റി നിർത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ സച്ചിക്ക് ദേഷ്യം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ശ്രീകാന്തൻ നല്ല ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാൽ പോലും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് സച്ചിക്ക് ദേഷ്യം വന്ന് വീണ്ടും പടപടേ നടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീകാന്തിനും ദേഷ്യം വന്നു കേട്ടോ. കാരണം ശരിയല്ലല്ലോ അങ്ങനെ അടിക്കുന്നത്. കാരണം നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ടൊക്കെ തന്നെയാണ്, ശരിയാണ്. ഒരിക്കലും നമ്മുടെ രേവതി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് സച്ചിക്ക് രവീന്ദ്രനും ഈ പറയുന്ന ചന്ദ്രയ്ക്ക് പോലും അറിയാം.
അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഇങ്ങനെ പറയുമ്പോൾ 2 കൊടുക്കണമല്ലോ. അപ്പോൾ 2 അല്ല കുറേ കൊടുക്കുകയാണ്, ഇങ്ങനെ തെരുതരാ കൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് നിങ്ങൾ എന്താ ഇയാൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞൊരു വർഷയ്ക്കും ദേഷ്യം വന്നു. വർഷയുടെ അച്ഛനെയല്ലേ തല്ലുന്നത്. അപ്പം ശ്രീകാന്ത് വന്ന് കയറി അതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന് പിടിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വിടുറാന്ന് പറഞ്ഞു. നീ എന്താണ് ഈ കാണിക്കുന്നത്, നീ എന്താണെന്നല്ല ഏട്ടാ എന്താ ഈ കാണിക്കുന്നത്, നിർത്തുന്നുണ്ടോ, മതി, ഇനി അടിച്ചു പോകരുതെന്ന് പറഞ്ഞു. ദേ എന്ത് പ്രശ്നമാണെങ്കിലും എൻ്റെ അമ്മായിച്ചനെ തല്ലാൻ വേണ്ടി ആരാ ഏട്ടന് അധികാരം തന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് അങ്ങ് എന്തോ പോലെ. ഇപ്പോൾ സച്ചി പറഞ്ഞു, ഓഹോ അപ്പം നീ നിന്റെ അമ്മായിച്ചൻ്റെ കൂടെ കൂടിയല്ലേ, മനസ്സിലായടാ, നീ നിന്റെ അമ്മായിച്ചൻ്റെയും നിന്റെ ഭാര്യയുടെയും നിന്റെ അമ്മായിയമ്മയുടെ ഒക്കെ കൂടെ കൂടി എൻ്റെ ഭാര്യനെ നീയും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്താൻ നോക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ന്യായത്തിൻ്റെ പുറത്തേ ഞാൻ നിൽക്കത്തുള്ളൂ. അല്ല ഇവിടെ ഇപ്പം എന്താ സംഭവം നടന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ കാര്യം പറയാണ്. അപ്പോഴത്തേക്കും സത്യം പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ വർഷ നമ്മുടെ രേവതിയുടെ കൂടെ നിൽക്കുന്നതാണല്ലോ നമ്മളൊക്കെ ഓർക്കുന്നത്. കാരണം വർഷ അങ്ങനെയാണല്ലോ, ന്യായത്തിൻ്റെ കൂടെ നിൽക്കുമല്ലോ. പക്ഷേ രേവതി മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പം അതുപോലെ തന്നെ ചന്ദ്ര അത് അംഗീകരിച്ചു കൊടുത്തപ്പോഴും, ചന്ദ്ര കണ്ടു എന്ന് അംഗീകരിച്ചു കൊടുത്തപ്പോഴും നമ്മുടെ വർഷ പെട്ടെന്ന് കൂറുമാറുകയാണ്. രേവതിയോട് സ്നേഹമൊക്കെ ഉണ്ട് ശരിയാണ്, എങ്കിലും നമ്മുടെ വർഷ പറയുക, ചേച്ചീനെ കുറിച്ച് ഞാൻ ഇത്രയും ഓർത്തില്ലേ ചേച്ചി ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തിനാ ചേച്ചിക്ക് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നു എന്ന്. ഇതുകൂടെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ സകല കണ്ണുകളും പോയി. രേവതി വീണ്ടും അങ്ങോട്ട് കരയാൻ തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇതേ മിണ്ടാതിരുന്നോണ്ട് നിന്നെ ഉണ്ടല്ലോ ഞാനെന്ന് പറഞ്ഞോണ്ട് വർഷേനെ അടിക്കാൻ വന്നപ്പം നമ്മുടെ ശ്രീകാന്ത് കയറി അങ്ങോട്ട് തടഞ്ഞു. അപ്പോഴത്തേക്കും മഹിമയാണെങ്കിൽ ഇതാണല്ലോ ഒരു കുടുംബം, നല്ല കുടുംബം, എൻ്റെ പൊന്നു മോളെ നീ പോയി കയറി ചെന്നേക്കുന്നത് ഇതുപോലെ ഒരു വൃത്തികെട്ട കുടുംബമായി പോയല്ലോ. കള്ളത്തരം കാണിക്കുന്ന കള്ളികളും മോഷ്ടിക്കുന്നവരും ഒക്കെ ഉള്ള ഈ ഒരു കുടുംബത്തിലാണോ മോളെ നീ കയറി ചെന്നത്? എന്തിനായിരുന്നു ഈ ചതി അച്ഛനോടും അമ്മയോടും ചെയ്തത്? ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ട വേണ്ട, ഉപേക്ഷിച്ചിട്ട് വീട്ടിലേക്ക് പോരേന്ന്. എന്നിട്ട് നീ കേട്ടില്ലല്ലോ. ഇനി ഇതുപോലെയുള്ള കുടുംബത്തിൽ നീ എങ്ങനെ ജീവിക്കും? നിനക്കും കൂടെ അല്ലേ ഇടി നാണക്കേടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, അയ്യോ മഹിമ അങ്ങനെയൊന്നും പറയല്ലോ മഹിമേ, വേറെ പ്രശ്നമൊന്നുമില്ല, ഇവളങ്ങനെ ചെയ്തു ശരിയാ, ഇവള് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളല്ലല്ലോ, ഇവള് പുറത്തുനിന്ന് വന്നല്ലേ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ നീ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, പിന്നെ ഞാൻ എന്തിനു മിണ്ടാതിരിക്കണം, ഇവളതിന് നമ്മുടെ കുടുംബത്തിലെ ആരാ ഇവള് സച്ചി വിവാഹം കഴിച്ചുകൊണ്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ മധുസൂദനൻ പറഞ്ഞു, വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം, വിവാഹം നടന്ന വഴിയും എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം, അല്ലാതെ ആലോചിച്ച് പിറക്കിപ്പോയൊന്നും കല്യാണം കഴിച്ചല്ലോ. അന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നടന്നതെന്ന് എനിക്കറിയാം. അതൊക്കെ മറന്നിട്ടാണ് എൻ്റെ മകളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, അത് നല്ല രീതിയിൽ പൊക്കോട്ടെ, നിങ്ങളുടെ മകനെ വിവാഹം കഴിച്ചു പോയി എന്നോർത്തിട്ട് ഞങ്ങൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായത്. എന്നിട്ട് പോലും ഇവൾ ഇങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെയാണല്ലോ അവളെ കെട്ടിയേക്കുന്നവനും ഈ സച്ചിയും. ഇവൻ ഒരു ഗുണ്ടായിസം തന്നെയല്ലേ ഇവന്റെ കയ്യിലുള്ളത്. ഇവന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആൾക്കാരെ തല്ലാൻ നടക്കുന്ന ഒരു ഗുണ്ടയല്ലേ. ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നേ ഒരു കാര്യം ചെയ്യാം, ഒരു കൊട്ടേഷൻ ടീം അങ്ങോട്ട് ഇട്, പിന്നെ ആവശ്യത്തിലേറെ പൈസ ഉണ്ടാക്കാമല്ലോ ഭാര്യനെ ഇങ്ങനെ മോഷ്ടിക്കാൻ വിട്ടു കഴിഞ്ഞാൽ എന്നൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മധുസൂദനൻ പറഞ്ഞായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മുടെ സച്ചി കയറി തല്ലിയത്. ആരാണെങ്കിലും തല്ലിപ്പോകും, സച്ചി എന്നല്ല ആരാണെങ്കിലും തല്ലിപ്പോകും. അതുപോലെയുള്ള ചൊറിയുന്ന വർത്താനമാണ് നമ്മുടെ മധുസൂദനൻ പറഞ്ഞത്. അപ്പം മധുസൂദനൻ 2 തല്ല് കിട്ടിയാലും കുഴപ്പമില്ല, ഇനിയിപ്പം അവിടെ പ്രശ്നം ഉണ്ടായല്ലോ. അതാണ് മധുസൂദൻ്റെയും നമ്മുടെ മഹിമയുടെയും ലക്ഷ്യം. അങ്ങനെ വീണ്ടും നമ്മുടെ മഹിമ പറയുകയാണ്, അതേ മോളെ വർഷേ, മോളിപ്പം ഞങ്ങളുടെ കൂടെ വരണം, ഒരിക്കലും മോളെ ഞങ്ങൾ ഇനി ഈ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പോകുന്നില്ല, മോളിപ്പം തന്നെ സാധനമൊക്കെ എടുത്ത് ഇറങ്ങിക്കോ, ഇനിയിപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊന്നും വേണ്ടെങ്കിലും പ്രശ്നമില്ല, മോളിപ്പം തന്നെ ഇറങ്ങണം, നമുക്ക് വീട്ടിൽ പോകാം, മതി ഇവരുടെ കുടുംബവുമായിട്ടുള്ള പൂർതി മതിയാക്കിക്കോ, ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നിന്റെ അച്ഛനെ നാണം കെടുത്തിയില്ലേ, നിന്റെ അച്ഛന് വേണ്ടപ്പെട്ടവരെല്ലാം ഇവിടെയുണ്ട്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്റെ അച്ഛനെ നാണം കെടുത്തിയില്ലേ, ഇനി എന്തിനാ മോളിവിടെ നിൽക്കുന്നത്, ഇവന്റെ കൂടെ ജീവിക്കുന്നത്? അല്ല പോട്ടെ, ഇവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോനെ ശ്രീകാന്തെ, നീ ഒരു കാര്യം ചെയ്യ, നീയും ഇറങ്ങിക്കോ, നിങ്ങൾ 2 പേരും ഇപ്പം തന്നെ ഇറങ്ങിക്കോ, നമുക്ക് അവിടെ പോയി താമസിക്കാം, ഞങ്ങളുടെ വീട്ടിൽ. അത് ഞങ്ങളുടെ വീട് മാത്രമല്ല ശ്രീകാന്തെ മോനെ, നിന്റെ വീടും കൂടെയാ, നമുക്ക് അവിടെ താമസിച്ചാൽ മതി. ഇങ്ങനെ കള്ളികളുള്ള വീട്ടിലേക്ക് പറഞ്ഞയക്കാനേ എൻ്റെ മോളെ വെറുതെ അല്ല ഞാൻ ഇത്രയും വളർത്തിയെടുത്തത്. അന്തസ്സായിട്ട് അവൾ ഒരു വീട്ടിലെ വിവാഹം കഴിപ്പിച്ച് വിടാൻ ഓർത്ത് തന്നെയാണ് ഞങ്ങൾ ഇരുന്നത്. ഈ അന്തസ്സില്ലാത്ത കുടുംബത്തിലേക്ക് ഞങ്ങൾ എന്തിനു പറഞ്ഞയക്കണം? അതുമാത്രമല്ല, കണ്ടില്ലേ മോളെ നിന്റെ അച്ഛൻ്റെ ഒരവസ്ഥ, നിന്റെ അച്ഛനെ പട്ടിയെ തല്ലുന്നത് പോലെയല്ലേ അവൻ തല്ലിയത്. അവനുള്ള വീട്ടിലേക്ക് മോക്കിനി പോണോ എന്നിങ്ങനെ ചോദിക്കുക.
നമ്മുടെ വർഷയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല കേട്ടോ. കാരണം അച്ഛനോടുള്ള ആ ഒരു സ്നേഹം, നമ്മുടെ മധുസൂദൻ അവിടെ പട്ടി കരയുന്ന പോലെ നിന്ന് കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ ഒരു മകൾക്കുണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ, ആ ഒരു വേദന നമ്മുടെ വർഷയ്ക്ക് ആവോളം ഉണ്ട്. വർഷയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അവിടെ ശ്രീകാന്ത് ആണെങ്കിൽ വർഷേനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം അതുപോലെയാണ് നമ്മുടെ മധുസൂദനിട്ട് അടി കൊടുത്തത്. ഒരിക്കലും സഹിക്കത്തില്ല നോക്കി നിൽക്കുന്നവർ. അതുപോലെ പല്ല് തെറിച്ച് താഴെ പോയി കാണും. ആ ഒരു രീതിയിൽ കറങ്ങി കറങ്ങി ചെന്ന് വീഴാന്നൊക്കെ പറഞ്ഞാൽ അത്രയും ശക്തി എടുത്തിട്ടാണ് അടിച്ചത്. അപ്പം ഇതിനിടയിൽ ചന്ദ്ര അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, എന്താ മഹിമ ഈ പറയുന്നത്, ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങളുടെ കുടുംബം പ്രശ്നക്കാരല്ല, ദേ അറിയാലോ ഇവൻ എവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇവനുള്ളതാ ഈ ഒരു സ്വഭാവം, ഞാൻ പറഞ്ഞതാ അപ്പോഴേ ഇവനെ കൊണ്ടുവരണ്ടെന്ന്, അതുകൊണ്ട് തന്നെയല്ലേ ദേ വർഷയുടെ അമ്മയും പറഞ്ഞത് ഇവൻ പങ്കെടുക്കരുത് എന്ന്. എന്നിട്ട് എന്തായിരുന്നു, നിങ്ങൾക്കല്ലായിരുന്നു നിർബന്ധം, ഇപ്പം എല്ലാം സമാധാനമായില്ലേ രവിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രന്റെ മുമ്പിലേക്ക് ചെന്നപ്പോഴത്തേക്കും ദേ ചന്ദ്രേ നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത്, പിന്നെ കള്ളത്തരം പറയുന്നതിനൊരു പരിധിയില്ലേ, അതെ എൻ്റെ മരുമകൾ മോഷ്ടിക്കില്ലെന്ന് എനിക്കറിയാം, വേറെ ആരെക്കാളും എൻ്റെ മരുമകളെ നന്നായിട്ട് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഇവളെ ഞാൻ സച്ചിക്ക് വേണ്ടി തന്നെ ആലോചിച്ചതും. ഓ സച്ചിക്ക് വേണ്ടി ആലോചിച്ച കഥയൊന്നും പറയണ്ടെന്ന് മഹിമ വീണ്ടും പറഞ്ഞപ്പം നിർത്തുന്നുണ്ടോ, ദേ കൂടുതൽ ആരും ഇവിടെ സംസാരിച്ചു പോകരുതെന്ന് വീണ്ടും നമ്മുടെ സച്ചി ഇപ്പം പറഞ്ഞു. ഓ അപ്പൊ ഇവൻ വീണ്ടും അടങ്ങിയിട്ടൊന്നും ഇല്ലല്ലേ, ഇവൻ അടങ്ങുന്ന മട്ടൊന്നുമില്ല, വാ മധുവേട്ടാ നമുക്ക് പോകാം, മോളെ വാ വർഷ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഷയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ നിൽക്കുകയാണല്ലോ. ഏതായാലും വർഷ ചെയ്യുന്നത് എനിക്ക് മതിയായി ഇവിടുത്തെ പൂർതി, ബാ ശ്രീകാന്തെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു വർഷയും സത്യത്തിൽ നമ്മുടെ മധുസൂദനന്റെയും അതുപോലെ മഹിമയുടെയും കൂടെ പോവാണ്. അപ്പം ഏകദേശം ഇവർ നടത്തിയ കാര്യങ്ങളൊക്കെ സക്സസ് ആയി. ഇതിനിടയ്ക്ക് ശ്രുതിക്കോ ഏറ്റവും വലിയ സന്തോഷം, നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇതിൽ പല സന്തോഷം വേറെ ഒന്നുമില്ല. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമായിട്ട് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം എല്ലാവരും മിസ് ചെയ്ത് കളയരുത്, കാണണേ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ ഫുൾ വിശേഷവുമാണ്. അപ്പം അതൊരു കറക്റ്റ് ഒരു 7:30 കഴിയുമ്പോഴത്തേക്കും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കും. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോണേ.